നോമ്പുകാലത്ത് കാസർഗോഡിന്റെ പൈതൃകം വിളിച്ചോതുന്നത് തളങ്കര തൊപ്പികളിലൂടെയാണ്. 14-ാം നൂറ്റാണ്ടിൽ ഇബ്ൻ തത്തൂത്തയുടെ രചനകളിൽ പോലും പരാമർശമുള്ള തളങ്കര തൊപ്പികൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. എന്നാൽ ഇന്ന് ഇവയുടെ നിർമ്മാണം പ്രതിസന്ധിയിലാണ്. നിലവിൽ തളങ്കരയിൽ അബ്ദുൾ റഹീം എന്ന ഒരൊറ്റ കരകൗശല വിദഗ്ധൻ മാത്രമാണ് തൊപ്പികൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഒരു വർഷത്തിലധികമായി അദ്ദേഹവും നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണ്. മെഷീൻ തൊപ്പികളുടെ വരവും പണിക്ക് ആളുകളെ കിട്ടാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. തളങ്കരയിൽ കുടിൽ വ്യവസായമായിരുന്ന തളങ്കര തൊപ്പി സർക്കാർ പൈതൃക പട്ടികയിൽ ഇടം നൽകി പരിപോഷിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് അബ്ദുൾ റഹീം പറയുന്നു. പഴയ കാലത്ത് നമ്മുടെ തൊപ്പി എന്ന് പറഞ്ഞെങ്കിൽ ആഫ്രിക്കൻ കൺട്രിയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഇന്ത്യയിലും പല സ്റ്റൈലിലും തോന്നി. ഇപ്പം ഒരുപാട് സ്റ്റൈലിൽ വിളിക്കുന്നുണ്ട് സാധനം വേണം പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് അത്ര ഉണ്ടാക്കാൻ പറ്റുന്നില്ല. മുമ്പത്തെ പോലെ ജോലിക്കാരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ തുച്ഛമായ ശമ്പളമാണ് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ തളങ്കര തൊപ്പിയാണ് സാധാരണ തൊപ്പി നല്ല കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തളങ്കരയിലെ അബൂബക്കർ മൗലവിയുടെ നേതൃത്വത്തിലാണ് തൊപ്പി നിർമ്മാണം ആരംഭിക്കുന്നത്. തളങ്കര പ്രദേശത്തെ നിരവധി വീട്ടമ്മമാർ സ്വയം തൊഴിൽ എന്ന നിലയിൽ തൊപ്പി നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. ഉത്തര ആഫ്രിക്ക, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലേക്കും തളങ്കരയിലെ ഈ വിശേഷപ്പെട്ട തൊപ്പികൾ കയറ്റി അയച്ചിരുന്നു. രാജ്യത്ത് മുംബൈ, ബംഗളൂരു, അഹമ്മദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലും തൊപ്പിക്ക് ആവശ്യക്കാരേറെയായിരുന്നു. ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ തളങ്കര തൊപ്പികളെ ഒമാനി ക്യാപ്സ് എന്നും അറിയപ്പെട്ടു. ശുദ്ധമായ കോട്ടൺ കൊണ്ട് നിർമ്മിച്ചിരുന്ന തൊപ്പികൾക്ക് കട്ടിയുള്ള വശങ്ങളും പേർഷ്യൻ പ്രാർത്ഥനാ റഗ്ഗുകൾ പോലുള്ള ഡിസൈനുകളും ഉണ്ട്. ഒരു തൊപ്പിക്ക് 15 മുതൽ 20 ദിവസത്തെ കൈവേല ആവശ്യമാണ്. മെഷീൻ നിർമ്മിത തൊപ്പികളുടെ വിലയുടെ 5 മടങ്ങ് വിലയാണ് കൈകൊണ്ട് നിർമ്മിക്കുന്ന തൊപ്പികൾക്ക്. ബേപ്പൂർ ഉരുവും കൊയിലാണ്ടി ഹുക്കയും മാപ്പിളത്തെയ്യവും ഒക്കെ നാമാവശേഷമായ പോലെ തളങ്കര തൊപ്പിയും ചരിത്രത്താളുകളിൽ മറയുമെന്ന ആശങ്കയാണുള്ളത്.